ആരൊക്കെയാണ് ഇതിന് ചെല്ലേണ്ടത്? ഈ ഒരു ഇൻ്റർവെൻഷണൽ പൾമണോളജി വിഭാഗത്തെ സമീപിക്കേണ്ടത്? ചുമ, പെട്ടെന്നുള്ള ശ്വാസമുട്ടുകൾ, കഫത്തിൽ ബ്ലഡ് കാണുക, അല്ലെങ്കിൽ ചെസ്റ്റ് പെയിൻ, ഒരു എക്സ്റേയോ CTയോ എടുക്കുമ്പോഴുള്ള കലകൾ, ഏതെങ്കിലും ഒരു ഫോറിൻ ബോഡി അകത്ത് ചെല്ലുകയാണെങ്കിൽ ഇവരെല്ലാം ഉടനെ ഒരു ഇൻ്റർവെൻഷണൽ പൾമണോളജിസ്റ്റിൻ്റെ അടുത്ത് എത്തേണ്ടതാണ്. അസുഖം ഡയഗ്നോസ് ചെയ്യാനും ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനും നമുക്ക് സാധിക്കും. ട്യൂബർക്ലോസിസ് അല്ലെങ്കിൽ ബാക്ടീരിയകൾ, വൈറസുകൾ, ഫംഗസുകൾ ഇതെല്ലാം നമുക്ക് കണ്ടുപിടിക്കുവാനും ട്രീറ്റ് ചെയ്യാനും പെട്ടെന്ന് ഫാസ്റ്റ് റിക്കവറി നൽകുവാനും നമുക്ക് സഹായിക്കും. ഇത് വെറും ഒരു ഡേ കെയർ പ്രൊസീജിയറായി ചെയ്യാവുന്ന ഒരു പ്രൊസീജിയറാണ്. രാവിലെ വന്നാൽ വൈകിട്ട് പോകാൻ സാധിക്കും. ചില കേസുകളിൽ ന്യൂമോതൊറാക്സ് അല്ലെങ്കിൽ പ്ലൂറൽ എഫ്യൂഷൻ, അതെല്ലാം പ്ലൂറൽ ഡിസോർഡേഴ്സാണ്. ലങ്സിന് പുറത്ത് കിടക്കുന്ന ക്യാവിറ്റിയിൽ വരുന്ന നീര്, എയർ, ലങ്സ് പൊട്ടുമ്പോൾ വരുന്ന ലീക്ക്, ഇതെല്ലാം കളയണമെങ്കിൽ നമ്മൾ ചെസ്റ്റിലൂടെ കയറി ഉള്ളിൽ കയറി ഒരു ചെറിയ ഫ്ലെക്സിബിൾ ട്യൂബ് വഴിക്ക് അല്ലെങ്കിൽ ഒരു സെമി റിജിഡ് ട്യൂബ് വഴിക്ക് ഉള്ളിലേക്ക് കടന്ന് പ്ലൂറൽ ക്യാവിറ്റിയിലേക്ക് കടന്ന് ആ നീരോ എയറോ കളയുന്നതിന് നമ്മൾ തൊറക്കോസ്കോപ്പി എന്ന് പറയുന്നു. ഇതും ഒരു അഡ്വാൻസ്ഡ് ഇൻ്റർവെൻഷണൽ പൾമണോളജിയാണ്. ടിഷ്യൂവിൻ്റെ ബയോപ്സികൾ പറ്റും. നീര് ഫുൾ കളയാൻ സാധിക്കും. ചെറിയൊരു അനസ്തേഷ്യയിലൂടെ ചെയ്യേണ്ടി വരും. കാരണം ഒരു 1 സെൻറ്റിമീറ്റർ ഒരു ചെറിയൊരു മുറിവ് ഉണ്ടാക്കിയിട്ട് വേണം ഈ ട്രൊക്കാർ ക്യാനുലെല്ലാം അകത്തേക്ക് കടത്തുവാനും ഈ സ്കോപ്പിൻ്റെ ഒരു പ്രോബ് ഉള്ളിലേക്ക് കടത്തുവാനും. ബാക്കി വർക്കിംഗ് ചാനലിൽ കൂടെ, സ്കോപ്പിനകത്തുള്ള വർക്കിംഗ് ചാനലിൽ കൂടെ തന്നെ ചെന്ന് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫ്ലൂയിഡ് സക്ക് ചെയ്ത് കളയുവാനും ബയോപ്സി ചെയ്യുവാനും ഈ പറഞ്ഞ ചില മുഴകൾ കരിയിപ്പിക്കാനും ഒക്കെ സാധിക്കുന്നു. വേറൊരു പുതിയ ഇൻ്റർവെൻഷണൽ പൾമണോളജി പ്രൊസീജിയറാണ് എൻഡോബ്രോങ്കിയൽ അൾട്രാസൗണ്ട്. ലങ്സിന് കുഴലിലല്ലാതെ തൊട്ട് പുറത്ത് കിടക്കുന്ന കഴലകൾ, ലിംഫ് നോഡ്സ്, ഇത് പല അസുഖങ്ങളുടെയും ഏർലി ഒരു ക്ലൂ തരുന്നതായിരിക്കും. അങ്ങനെയുള്ള ഒരു കഴലകൾ പരിശോധിക്കാനും നമുക്ക് ലങ്സിലൂടെ കടന്ന് ഒരു നീഡിൽ അഥവാ ഒരു ക്രയോ അല്ലെങ്കിൽ ഒരു ഫോർസെപ്സ് വഴിക്ക് ഈ പറഞ്ഞ ലിംഫ് നോഡ്സിലേക്ക് കടന്ന് ടെസ്റ്റ് ചെയ്യാനും ഏർലി ഡയഗ്നോസിസ് ഉണ്ടാക്കാനും അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് ഉടനെ കൊടുക്കുവാനും നമുക്ക് സാധിക്കും. ഇതും ഈ പറഞ്ഞ പോലെ ചെറിയൊരു അനസ്തേഷ്യയിൽ രാവിലെ ചെയ്ത് വൈകിട്ട് പോകാവുന്ന ഒരു പ്രൊസീജിയറാണ് എൻഡോബ്രോങ്കിയൽ അൾട്രാസൗണ്ട് ഫോർ മിഡിസ്റ്റൈനൽ നോഡ് സാമ്പിളിംഗ്. പിന്നെയുള്ളത് കുറച്ചും കൂടിയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള തെറാപ്യൂട്ടിക് പ്രൊസീജിയേഴ്സാണ്. റിജിഡ് ട്യൂബിലൂടെയോ ഫ്ലെക്സിബിൾ ബ്രോങ്കോസ്കോപ്പിയിലൂടെയോ ഉള്ളിലേക്ക് കടന്നു ചെന്ന് നമ്മൾ ഈ പറഞ്ഞ മുഴകൾ കരിയിപ്പിക്കാനും അത് ഡീബൾക്ക് ചെയ്ത് നമുക്ക് ഒരു സ്റ്റെൻറ്റ് വരെ ഇട്ട് കൊടുക്കുവാനുള്ള സാഹചര്യങ്ങൾ ഇൻ്റർവെൻഷണൽ പൾമണോളജി നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. ഇതെല്ലാം ഇന്ത്യയിൽ അവൈലബിളാണ്.